ലച്ചു കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ഗൗരിയാണ്. അവളൊരു ചിരിയോടെ തിരിഞ്ഞു കിടന്ന് ഗൗരിയെ ചേർത്ത് പിടിച്ചു. ഗൗരി കണ്ണുകൾ ഇറുകെ ചിമ്മി. ആഹാ, കള്ളർക്കായിരുന്നല്ലേ? അവൾ ഇക്കിളിട്ടോണ്ട് ലച്ചു ചോദിച്ചു. നീ ലച്ചേച്ചി അനങ്ങാതിരിക്ക്, എനിക്ക് ഇക്കിളി ആവണു, ഗൗരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തിരികെ അവൾ ലച്ചുവിന് ഇക്കിളിയിടാൻ തുടങ്ങി. രണ്ടുപേരുടെയും പൊട്ടിച്ചിരികൾ അവിടെ മുഴങ്ങി. ഒടുവിൽ രണ്ടുപേരും കിതച്ചുകൊണ്ട് പരസ്പരം നോക്കി. 2 നിമിഷത്തിന് ശേഷം ഗൗരി കരഞ്ഞുകൊണ്ട് ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാ ലച്ചുവെച്ച് ഞങ്ങളെ വിട്ട് പോയത്? ലച്ചുവെച്ച് ഇല്ലാതെ ഞാൻ ഒറ്റക്കായി പോയി. കുഞ്ഞിലെ മുതൽ ഒരുമിച്ചായിരുന്നില്ലേ? എന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്നെ വിട്ട് പോയില്ലേ? ഗൗരി ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു. കരയിലേടാ, ലച്ചുവെച്ചിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനാണ് തോന്നിയത്. എല്ലാവരും ഒരുപാട് വിഷമിപ്പിച്ചു, ലച്ചു സങ്കടത്തോടെ പറഞ്ഞു. ലച്ചു വിഷമിക്കുന്ന കണ്ടപ്പോൾ ഗൗരിക്കും സങ്കടമായി. അയ്യേ, അതൊക്കെ വിട്ടുകളമായിട്ട് എഴുന്നേറ്റിരുന്ന്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ഗൗരി ലച്ചുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി? ലച്ചു ബെഡിൽ എഴുന്നേറ്റിരുന്നോണ്ട് ചോദിച്ചു. എന്നാലും നിങ്ങൾ എന്ത് ദുഷ്ടയാ ലച്ചു വെച്ച്, രാപ്പകലില്ലാതെ കൂടെ നടന്നിട്ടും എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ അണ്ടർഗ്രൗണ്ട് ഇലവിനെ പറ്റി. വിഷമായി കേട്ടോ, ഗൗരി മൂക്കൊടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, നീ ഇപ്പൊ എല്ലാം പറയുന്ന പോലെ കണ്ണടച്ച് പാലുപിടിച്ച് ആരും അറിയില്ലെന്ന വിചാരം, ലച്ചു മനഃപൂർവ്വം അവൾ കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഗൗരി ഒന്ന് പരിങ്ങി. ഇനി നന്ദേട്ടന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന ചിന്തയിൽ അവളൊന്ന് വിറച്ച്. ആ ലച്ചേച്ചി പറയാൻ മറന്നു, 3 മണി കുളത്തിലേക്ക് പോയിട്ടുണ്ട്. ലച്ചേച്ചി എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, ഗൗരി വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്റെ ഈശ്വര, പപ്പക്കും മോൾക്കും വെള്ളം കണ്ട പ്രാന്ത, ഇന്ന് ആ കൊച്ചിന് വല്ല അസുഖവും വരും. ലച്ചു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ വേം വാ, ഇപ്പൊ പോയ 3-നെ കൈയോട് പിടിക്കാം, വാ വാ, ഗൗരി ആവേശത്തോടെ പറഞ്ഞു. ഇട്ടിരുന്ന സാരിയുടെ തുമ്പെടുത്ത് എളിയിൽ കുത്തിക്കൊണ്ട് ലച്ചു ഗൗരിയുടെ പുറകെ നടന്നു. ഡെന്നി കുളത്തിൽ നീന്തി തുടിക്കുകയാണ്. മിഴിയാണെങ്കിൽ നന്ദന്റെ കയ്യിൽ കിടന്ന് നീന്തലോട് നീന്തൽ. ഡെന്നി തിരിഞ്ഞു നീന്തുമ്പോഴാണ് ദൂരെ നിന്ന് വരുന്ന ലച്ചുവിനെ കണ്ടത്. അവളുടെ മുഖഭാവം കണ്ടതും അവനിലൊരു കള്ളച്ചിരി വിടർന്നു. കുഞ്ഞാ, ഓടാൻ റെഡി ആയിക്കോ, ദേ നിന്റെ അമ്മ വരുന്നുണ്ട്, ഡെന്നി കുളത്തിൽ നടക്കുന്ന വിളിച്ചു പറഞ്ഞു. അയ്യോ, പനി പാലി, മിഴി കയ്യും കാലിട്ടടിക്കൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു. ലച്ചു അടുത്തേക്ക് എത്തിയതും മിഴി ഒന്നും അറിയാത്ത പോലെ നന്ദന്റെ കയ്യിൽ നിന്നിറങ്ങി പടവിലിരുന്നു. കാല് മാത്രം നനച്ചെന്ന വ്യാജേന ലച്ചുവിനെ നോക്കി. ലച്ചു കൂർപ്പിച്ച് നോക്കുന്ന കണ്ടതും അവൾ ഇളിച്ചു കാണിച്ചു. ഹായ് ലച്ചു, ഇപ്പയാ വന്നേ, സുഖല്ലേ? മിഴി ഇത്തിരി തേനും പാലും കൂട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വന്നിട്ടേ 10-23 കൊല്ലേ, പൊന്നുമോൾ തൽക്കാലം കൊണ്ട് എഴുന്നേറ്റ് വന്നേ. അവൾ മിഴി എഴുന്നേൽപ്പിച്ച് കയ്യിലുള്ള തോർത്തുകൊണ്ട് തല തുടച്ചു കൊടുത്തു. ഹോ, ഒന്ന് പതിയെ ലച്ചു, എന്റെ തല പരിഞ്ഞു പോവും, മിഴി അവളുടെ കൈമാറ്റിക്കൊണ്ട് പറഞ്ഞു. ആ പോരണം, വെള്ളത്തിൽ കളിക്കുമ്പോ ആ ചിന്തയൊന്നും ഇല്ലല്ലോ. പനി വരുമ്പോ പപ്പയും മോളും പരസ്പരം നോക്കിയിരുന്നു, എന്നെ നോക്കണ്ട, അവൾ കുളത്തിൽ കിടക്കുന്ന ഡെന്നിയെ നോക്കി പറഞ്ഞു. ഞാൻ അപ്പയെ പറഞ്ഞതാ അമ്മ ഈ പപ്പേനോട്, എന്നെ കുലിപ്പിക്കണ്ടെന്ന്, പപ്പ കേട്ടില്ല, മിഴി നൈസായി ഡെന്നിയെ പ്രതിയാക്കി. എടിയടി സാമദ്രോഹി, വെള്ളം കണ്ടപ്പോ മീനെ പോലെ ചാടണം കുളിക്കണ എഴണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്ക്. അല്ലേലും അമ്മയുടെ അല്ലേ മോള്, അങ്ങനെ തന്നെ വരുള്ളൂ, ഡെന്നി വെള്ളത്തിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അതെന്താ എന്റെ മോളായ കുഴപ്പം? ലച്ചു കെറുവോടെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു ലച്ചു, ഈ പപ്പ എപ്പോഴും ഇങ്ങനെ തന്നെ, എന്റെ ലച്ചു ആണ് പാവം, മിഴി സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി വാ തുറന്ന് നിന്നുപോയി. നന്ദനും ഗൗരി അടക്കി ചിരിച്ചു. കണ്ടോ എന്റെ മോൾക്കറിയാം അവിടെ അമ്മയെ, ഇച്ചാനും കേറി വാ, ലച്ചു വെളിയിൽ കൈകുത്തിന്ന് പറഞ്ഞു. മിഴി രണ്ടുപേരുടെ അടികണ്ട് നിൽക്കുകയാണ്. ആരെങ്കിലും അച്ഛനെ അമ്മനെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടുന്നു എല്ലാ മക്കൾക്കുള്ള ശീലാണല്ലോ. വാ നമുക്ക് പോവാം, അവരാദ്യം കൂരട്ടെ, മിഴി നന്ദന്റെ അരികിൽ ചെന്ന് പതിയെ പറഞ്ഞു. നല്ല ബെസ്റ്റ് മോള്, നന്ദൻ അതും പറഞ്ഞ് മിഴിയെടുത്ത് മുങ്ങി. പുറകെ ഗൗരി. ഇച്ചായ ഇങ്ങോട്ട് കയറി വന്നേ, ലച്ചു കരയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ വരൂല, അവൻ വെള്ളത്തിൽ നിന്ന് ചിണുങ്ങി. ഇതേ കൊഞ്ചാതെ മര്യാദ കയറി വന്നോ, ഇല്ല കിട്ടും എന്റെ കയ്യിൽ നിന്ന്, ലച്ചുവിന്റെ ഭീഷണി സ്വരം മുഴങ്ങി. ഡെന്നി പതിയെ നീതി കരയിലേക്ക് വന്നു. രണ്ടും കൂടി പോതിനും പോലെ വെള്ളത്തിൽ കിടക്കുക. നന്ദേടിന് ഇച്ചാനും പോലെയാണ് മിഴി, അവൾക്ക് വല്ല പനിയും വന്നാലോ? പിന്നെ അങ്ങനെ പനിയൊന്നും വരില്ലാടി, അവൾ ഈ ഡെന്നിയുടെ മോള, അവൻ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആനങ്ങാ നിക്കിച്ചായ, കണ്ടോ ഞാൻ നനഞ്ഞു, അവൾ ഡ്രസ്സിലും മേലും പറ്റിയ വെള്ളം തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞൊടിയിടയിൽ ഡെന്നി അവളുടെ സാരി തുമ്പിൽ പിടിച്ചു വലിച്ചു. ലച്ചു മലർന്നടിച്ച് കുളത്തിലേക്ക് വീണു. ഡെന്നിയുടെ കൈകൾ അവളെ വട്ടം പിടിച്ച് കുളത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചു. കുളത്തിൽ ഓളങ്ങൾ സൃഷ്ടിച്ചു. അവർ രണ്ടുപേരും കുളത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു. കുളത്തിന്റെ അടിത്തട്ടിലെ പൂഴിയിൽ കാലുകൊണ്ട് കുത്തി ഡെന്നി ലച്ചുവുമായി ഉയർന്നു പൊങ്ങി. മുകളിലെത്തിയതും അവൾ ശ്വാസം മാഞ്ഞു വലിച്ച് അവന്റെ തോളിൽ പിടിമുറുക്കി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് തന്നെ നോക്കിയൊരു കള്ളച്ചിരിയോടെ നിൽക്കുന്ന ഡെന്നിയെയാണ്. അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പുറകിലേക്ക് തള്ളി മാറ്റി. പക്ഷേ അതിനിരട്ടി വേഗത്തിൽ അവൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു. വീട്ടെന്നെ എന്ത് പണിയായി കാണിച്ച്, ഇപ്പൊ തന്നെ വെള്ളം കുടിച്ച് അത്തേനെ,
അവളൊന്ന് ചുമച്ചുകൊണ്ട് പറഞ്ഞു.